ജലജീവൻ പദ്ധതിക്കായി മലയോര ഹൈവേയിൽ പയ്യാവൂർ ടൗണിലെ റോഡുകൾ കീറി പൈപ്പ് സ്ഥാപിച്ച ശേഷം ടാറിംഗ് നടത്താത്തത് മൂലം ദുരിതത്തിലായി ജനങ്ങൾ. കാൽനടയാത്രക്കാരും വാഹനയാത്രക്കാരും വ്യാപാര സ്ഥാപനങ്ങളും ഒരുപോലെ ദുരിതം പേറുകയാണ്. റോഡിന്റെ ശോച്യാവസ്ഥയെ തുടർന്ന് അപകടങ്ങളും നിരവധിയാണ്. മലയോര ഹൈവേയിൽ ചെമ്പേരി മുതൽ പയ്യാവൂർ കണ്ടകശ്ശേരി വരെ പൈപ്പിട്ടതിനു ശേഷം മറ്റു നടപടികൾ തുടരാത്തതിൽ ഒരു നാട് മുഴുവൻ വലയുകയാണ്. പയ്യാവൂർ ടൗണിലും സ്ഥിതി ഗുരുതരമാണ്. ചെറിയ വാഹനങ്ങൾക്ക് പോലും റോഡിലൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ. കുടിവെള്ള വിതരണത്തിനുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിക്കാതെ റോഡ് കീറി പൈപ്പ് സ്ഥാപിച്ചതാണ് റോഡുകളുടെ ഈ ദയനീയാവസ്ഥയ്ക്ക് കാരണം. ഇനി ട്രയൽ റൺ നടത്താതെ റോഡിലെ കുഴികളടച്ച് റീടാറിംഗ് നടത്താനും കഴിയില്ലെന്ന സ്ഥിതിയാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചില സ്ഥലങ്ങളിൽ ക്വാറി വേസ്റ്റ് നിരത്തി നടത്തിയ ശ്രമങ്ങളും വിജയിച്ചില്ല. ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് നിർവഹണത്തിലെ അപാകത മൂലം നാട്ടുകാർക്ക് വിനയമായി മാറിയിരിക്കുന്നത്. പൈപ്പ് സ്ഥാപിക്കുന്നതിൽ ചെമ്പേരി മുതൽ പയ്യാവൂർ വരെ റോഡ് പ്രവൃത്തി നടക്കാതെ കിടക്കുന്നതുമൂലം വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർ അടക്കം ബുദ്ധിമുട്ടുകയാണ്. മഴ പെയ്തതോടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലുള്ള റോഡുകൾ ചളിക്കുളമായി മാറി. റോഡിന്റെ ശോച്യാവസ്ഥയിൽ അപകടങ്ങളും നിരവധിയാണ്. ജലജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. മലയോര ഹൈവേയിൽ ജലനിധിയുടെ പൈപ്പിടുന്നതിൻ്റെ ഭാഗമായി ചെമ്പേരി മുതൽ കാക്കത്തോട് കണ്ടകശ്ശേരി വരെ റോഡ് സൈഡിൽ പൈപ്പിട്ടിൻ്റെ മേലെ മണ്ണ് മൂടിയെങ്കിലും ഇപ്പോൾ ചെറിയ മഴ പെയ്യുന്നതുകൊണ്ട് വളരെയും ചളിക്കുളമായിട്ടാണുള്ളത്. അതായത് ടൂ വീലർ ചെറിയ വാഹനങ്ങളൊക്കെ ആ സൈഡിൽ പോകുമ്പോൾ ടയറുകൾ താണു പോകുന്ന അവസ്ഥയിലും, അതുപോലെ ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക് കസ്റ്റമർക്ക് കടന്നു കയറാൻ പറ്റാത്ത അവസ്ഥ ആയിട്ട് ഉള്ളത്. റോഡിന്റെ അരികിൽ കിളച്ചത് കാരണം കേബിളുകൾ റോഡിൽ തന്നെയാണ്. ഗ്രാമപഞ്ചായത്ത് ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും നടപടികളുണ്ടായില്ല. കാലവർഷത്തിനു മുൻപ് പരിഹരിച്ചില്ലെങ്കിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് മലയോര ഹൈവേയിലെ വ്യാപാരി സമൂഹവും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.